the Lord a new song. Sing unto the Lord on the earth. Sing unto the Lord a new song. Sing unto the Lord on the earth. Oh, sing unto the Lord a new song. Sing unto the Lord on the earth. Sing unto the Lord a new song. Sing unto the Lord on the earth. Lord is great, Lord is to be praised. Lord is great, great to be praised. ഒരു പുതിയ വീട് പിടിച്ചിരിക്കുകയാണ്. ഈ വീഞ്ഞ് കുടിച്ച മറ്റേ വീഞ്ഞ് കുടിക്കത്തില്ല. ഈ വീഞ്ഞ് കുടിച്ചില്ലെങ്കിൽ മറ്റേ വീഞ്ഞ് കുടിക്കും. യേശു കർത്താവ് ഇന്ന് രാത്രി ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം മാമേ, നിങ്ങളുടെ അകത്തൊരു സന്തോഷമുണ്ടോ? സുവിശേഷം പറയാൻ നിങ്ങൾ ആരോടും പറയണ്ട. നിങ്ങളുടെ അകത്ത് ഈ ജോയ് ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ വെറുതെ അധ്വാനിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെള്ളവേഷം, പക്ഷെ അകത്ത് ശവക്കലറാം. പക്ഷെ അകത്ത് ജോയ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതി അതല്ല. അകത്തും പുറത്തും വെള്ളയായിരിക്കും നിങ്ങൾ. ആമേ കരവിളിയത്തിൽ വെള്ളയാമേൻ പറഞ്ഞു. എന്റെ അകത്തൊരു കാര്യം അറിയാം. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ആരൊന്ന് തൊടാൻ പോകുന്നത് അവരെ ആ കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നു. വിശ്വാസത്തോടെ ഈ രാത്രി തൊടുന്നവരാണ് അവരെ എന്റെ കർത്താവ് വിടുവിക്കാൻ പോകുന്നു. എന്റെ അകത്തറിയാം. കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഹാർട്ടിനെ മാറ്റിവെക്കാൻ പോവാ, ലിവറിനെ മാറ്റിവെക്കാൻ പോവാ, യൂട്രസിനെ മാറ്റിവെക്കാൻ പോവാ. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോ ഇങ്ങനെ വാക്ക് പറഞ്ഞു. എനിക്ക് ശുശ്രൂഷ വന്നപ്പോ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ആകെ കാര്യം യൂട്രസിന്റെ പ്രോബ്ലം കണ്ടാ അറിയാം. ആളുകളൊക്കെ കല്ലെറിഞ്ഞു, പക്ഷെ കൊണ്ടു നടന്നു ഞങ്ങള്. ആരൊക്കെ കല്ലെറിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് സൗഖ്യമായവരൊക്കെ പറഞ്ഞു വളരെ സൗഖ്യമായിരുന്നു. കല്ലെറിഞ്ഞപ്പോഴും അവനെ കൊണ്ടു നടന്നു. അതുകൊണ്ട് കർത്താവ് ഒരു പരിപാടി ചെയ്തു. ഒരു 75% രോഗങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വിശ്വസ്തനാണെങ്കിൽ ദൈവം ചിലത് ചെയ്യുന്നുണ്ടോ? നിങ്ങളോടാണ് ഈ പറയുന്നേ. ദൈവം തന്നതിൽ വിശ്വസ്തനാണെങ്കിൽ അവൻ അതുകൊണ്ട് അവസാനിപ്പിക്കത്തില്ല. അവൻ ലെവലിനെ മാറ്റങ്ങൾ വരുത്തും, സ്ഥിതിക്ക് മാറ്റം വരുത്തും. നിന്റെ ശുശ്രൂഷയുടെ അളവ് മാറും, നിന്റെ ആത്മാവിന്റെ സന്തോഷത്തിന്റെ അളവ് മാറും. പണ്ട് ഞാനായിരുന്നതിന് 100 പ്രവരങ്ങനെ വളരുന്ന ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം. ഇന്നലത്തേക്കാൾ ഒരു പടി സന്തോഷത്തില്ല ഞാനായിരിക്കുന്നത്. അല്ലാത്തതൊന്നും അകത്ത് കയറ്റത്തില്ല ഞാൻ. ആമേൻ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ. ആത്മാവില തുടങ്ങിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ബ്രദറെ. ക്രിസ്തുവിൽ വന്നപ്പോ എന്തൊരു ആനന്ദമായിരുന്നു അറിയോ, പറയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് കുറ്റബോധമാണ്. ഇപ്പോൾ എന്റെ അകത്ത് മുഴുവൻ കുറ്റബോധമാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു തോത് പറയട്ടെ. പുരോഹിതന്റെ അടുക്കൽ ഒരു ആട്ടിൻകുട്ടിയുമായിട്ട് പാപിയായൊരു മനുഷ്യൻ വന്നാൽ പുരോഹിതൻ ആരെയാ നോക്കുകയുള്ളൂ എന്നറിയാം നിങ്ങൾക്ക്? വന്നവന് നോക്കത്തില്ല, ആട്ടിൻകുട്ടിയെ നോക്കത്തില്ല. ആട്ടിൻകുട്ടിയിൽ എന്താ നോക്കത്തുള്ളൂ? ഊനമുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. ഇന്നലെ വരെ വ്യഭിചാരശാല നടത്തിയവനാ വന്നതെന്ന് കർത്താവ് നോക്കത്തില്ല. അത് നമ്മളൊക്കെ നോക്കത്തുള്ളൂ. ഇന്നലെ വരെ അവന്റെ വീട്ടിൽ പെൺവാണി പോയിരിക്കും നടന്നുണ്ടാവുക, പക്ഷെ കർത്താവ് നോക്കത്തില്ല. കർത്താവ് നോക്കുന്നത് നിന്നെ അല്ലടാ നോക്കുന്നത്, ആട്ടിൻകുട്ടിയാ നോക്കുന്നത്. ആമേൻ. നമ്മുടെ സഭയിൽ പ്രാപിച്ചതാ. എനിക്ക് അറിയാൻ വയ്യാതെ ചോദിക്കും, എന്തിനാ ദൈവം ഊനമില്ലാത്തൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞേ? അറിയാവോ? ആട്ടിൻകുട്ടിയുടെ ഊനമില്ലായ്മ നീ ആ പാപത്തെ അങ്ങോട്ട് പകരുമ്പോ ആ ഊനമില്ലായ്മ ഇങ്ങോട്ട് പകരപ്പെടും. നിനക്ക് പുസ്തകം അറിഞ്ഞുകൂടാത്തോണ്ടാ പ്രശ്നം. ലോകസ്ഥാപനത്തിന് മുമ്പേ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനെ ക്രിസ്തുയേശുവിൽ. ഹല്ലേലൂയ. എന്റെ വിശുദ്ധി ഞാൻ ചെയ്തു പ്രാപിച്ചതല്ലെന്നേ, അത് ദാനമായി കർത്താവ് തന്നതാണ്. ഞാൻ ചെയ്തോണ്ടായിരുന്നെങ്കിലും വിശുദ്ധി കൂടുകയോ കുറവോ എന്തെങ്കിലും ചെയ്തോ? ഒരു ചുക്കും കൂടിയിട്ടില്ല. കർത്താവ് നിനക്ക് തന്ന വിശുദ്ധി ഇപ്പോഴും നിന്റെ കയ്യിലുള്ളൂ. ഒരു ആമേൻ പറയാവോ? ഒരു നല്ല ആമേൻ പറയാവോ? നിഷ്കളങ്കത അതാര് തന്നാ? കർത്താവ് തന്നതാ. എപ്പോ നീ നിന്റെ പാപത്തെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, കർത്താവിന്റെ വിശുദ്ധിയും കർത്താവിന്റെ നിഷ്കളങ്കതയും ചുമ്മാ കിട്ടി. ഹല്ലേലൂയ. അതാ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ 3:24, 25, 26 വാക്യങ്ങൾ എഴുതി വെച്ചത്. സൗജന്യമായി
നീതീകരിക്കപ്പെടേണ്ടതിനെ. എങ്ങനെയാ? ചിലര് പറഞ്ഞു ഇന്നതൊക്കെ ചെയ്താൽ നീ നീതീകരിക്കപ്പെടും. പറയുന്നതിനെ ഓടിക്കണം, ചെയ്യുന്നതിനെ ഓടിക്കണം. നീ ചെയ്തുകൊണ്ടും നീതീകരിക്കപ്പെടത്തില്ല, പറയുന്നതുകൊണ്ടും നീതീകരിക്കപ്പെടത്തില്ല. നീതീകരിക്കപ്പെടുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കുഞ്ഞാടിനെ നോക്കി സൗജന്യമായി ഇത് പ്രാപിക്കുക. ഹല്ലേലൂയ. വിജയമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് വേണോ? അത് സൗജന്യമാ സഹോദരങ്ങളെ, സൗജന്യമാ. പക്ഷെ നിങ്ങളുടെ അകത്ത് കേട്ട വിശ്വാസം പ്രായോഗിക തലത്തിലേക്ക് വരണം. കർത്താവേ എന്ന് വിശ്വാസത്താലൊന്ന് തൊടണം, വിശ്വാസത്താലൊന്ന് തൊടണം, വിശ്വാസത്താൽ കാല് വെക്കണം. ആമേൻ. ഹല്ലേലൂയ. എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നത് എനിക്കറിയാം. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന യേശുവിന്റെ കരം ഇതിനകത്തുള്ളത് എനിക്കറിയാം. നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്, നിന്നെ രക്ഷിക്കുന്ന രക്ഷകനെ. പ്രവാചകൻ വരുമ്പോ നോക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, എന്നാന്നറിയാം? കട്ടളപ്പടിയുടെ മേലെ, കുറുമ്പടിയുടെ മേലെ രക്തമുണ്ടോ? ഇനി അതിനകത്തിരിക്കുന്ന ഇന്നലെ ആ വീട്ടിനകത്ത് എന്തായിരുന്നു പരിപാടി? പെൺവാണിപ്പോ പരിപാടി. പക്ഷെ എന്നാ ഉണ്ട്? അകത്ത് പെൺവാണിപ്പമാണ് സത്യം, പക്ഷെ പുറത്ത് എന്നാ ഉണ്ടെന്ന്? രക്തമുള്ളതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടെന്ന്. അതുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റണില്ല. അത് പറയും പോലെ സഹിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പോരാട്ടം. ഒരു നല്ല ആമേൻ പറഞ്ഞേ. കർത്താവ് വിശുദ്ധീകരിച്ചാതെ, കർത്താവ് പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാതെ നിനക്ക് സ്വയം അതിന് സാധ്യമല്ലോ. ഒരു നല്ല ആമേൻ പറ, ഒരു നല്ല ആമേൻ. എന്റെ കൂടെ വരുന്നവർക്കായി സ്തോത്രം. ഞാൻ പ്രസംഗിക്കുന്നത് ന്യായപ്രമാണമല്ല, ഞാൻ പ്രസംഗിക്കുന്നത് കൃപയാണ്, ഞാൻ പ്രസംഗിക്കുന്നത് യേശുവിനെയാണ്. യേശുവിനെ കേട്ടവരാരും ദുഃഖിക്കുകയില്ല, അവൻ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ക്യാരക്ടറുമായിട്ട് കർത്താവിനെ കൂട്ടി വായിക്കരുത്. യേശുവിന്റെ അടുക്കലേക്ക് ഒരു ശമരിയക്കാരി സ്ത്രീ വന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പോരായിരുന്നോ? നമ്മളായിരുന്നെങ്കിൽ, നമ്മളൊക്കെ ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഒരുപാട് നീ വിചാരിച്ച ഞങ്ങളെ കളിപ്പിക്കാന്ന് ചോദിച്ചാൽ തിരിച്ച്. കർത്താവ് ആ സ്ത്രീയെ മുറിപ്പെടുത്തിയതുപോലുമില്ല. കർത്താവ് പറഞ്ഞു ആ സ്ത്രീയോട്, മോളെ നീ പറഞ്ഞ് ശരിയാ, നിന്റെ കാഴ്ചപ്പാടിൽ ശരിയാ, നിനക്ക് ഭർത്താവില്ല. പക്ഷെ ഉണ്ടായിരുന്നവരൊക്കെ, 5 പേരുണ്ടായിരുന്നതൊക്കെ ഭർത്താവൊക്കെ അല്ലായിരുന്നു. ഇപ്പോൾ ഉള്ളവനും ഭർത്താവല്ല. നിന്റെ കാഴ്ചപ്പാടിൽ അത് ശരിയാ. ഞാൻ കർത്താവിനെ വിളിച്ചു, കർത്താവ് ഞാനാണ് വെളിപ്പാടെങ്കിൽ ചെണ്ട എടുത്തോണ്ട് നാട്ടി മുഴുവൻ പാടിക്കൊണ്ട് 2 വെട്ടും വെട്ടി 2 ചവിട്ടും ചവിട്ടി ഇരിക്കട എവിടെയെന്ന് നിക്കട എവിടെയെന്നൊക്കെ പറഞ്ഞിട്ടേ പറയത്തുള്ളായിരുന്നു. കർത്താവ് പറഞ്ഞു, അതുകൊണ്ടാടാ തരാത്തത്, അതുകൊണ്ടാ പകരപ്പെടാഞ്ഞത്. നിനക്ക് യേശുവിന്റെ മനസ്സ് ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്യും. ഹല്ലേലൂയ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നേ. നിങ്ങളെ മുറിപ്പെടുത്താനല്ല, പണിയാൻ. നിന്നെ തളർത്താനല്ല, ബലപ്പെടുത്താൻ. നിന്നെ ഉപേക്ഷിക്കാനല്ല, കരുതാൻ. നിന്നെ തള്ളിക്കളയാനല്ല, ബലപ്പെടുത്തി സഹായിച്ച് വിടുവിപ്പാണ് യേശു നിങ്ങളെ കൊണ്ടുവന്നേ. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ശമരിയക്കാരി സ്ത്രീയോട് അങ്ങനെ കർത്താവ് പറഞ്ഞെങ്കിൽ നിങ്ങളോട് എത്രയോ മനോഹരമായിട്ടായിരിക്കും പറയുന്നത്. നമുക്ക് കർത്താവിനെ ഇങ്ങോട്ട് മനസ്സിലാവാനായിട്ടാ. കർത്താവിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന പോലീസുകാരൻ കർത്താവിനെ തിരിഞ്ഞാടി, അങ്ങോട്ട് തിരിഞ്ഞാടി, ഇങ്ങോട്ട് തിരിഞ്ഞാടി, അടിച്ചടിച്ചടിച്ച് ഒരു പരിവാക്കി വെച്ചിരിക്കുക നമ്മൾ കർത്താവിനെ. പോലീസുകാരന്റെ ഡ്യൂട്ടിയല്ല എന്റെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു അപ്പനേക്കാൾ നല്ല അപ്പന്റെ ഡ്യൂട്ടി. ഒരു നല്ല ആമേൻ പറഞ്ഞു. അവന് നിങ്ങളെ വിടുവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവന് നിങ്ങളെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവന് നിങ്ങളെ ഉപേക്ഷിക്കണമെന്നല്ല പ്ലാൻ ഉള്ളത്, വിടുവിക്കണമെന്നാണ് പ്ലാൻ ഉള്ളത്. ആ പച്ചസാരിയുടെ അമ്മച്ചിയുടെ കരം നോക്കിയേ. ഞാൻ അമ്മ